ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫെയർനെസ് ക്രീം. ഈ ഒരു ക്രീം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് സ്ഥിരം യൂസ് ചെയ്യുന്നൊരു സംഭവമല്ല. ഫങ്ഷൻസിനൊക്കെയാണ് ഞാനത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ്, ഇതിൽ ഡേ ക്രീമും ഉണ്ട്, നൈറ്റ് ക്രീമും ഉണ്ട്. ഇതാണ് ഡേ ക്രീം. ഡേ ക്രീം ഓലേ നാച്ചുറൽ വൈറ്റ് SPF 24 ഓൾ ഇൻ വൺ ഫെയർനെസ് ഡേ ക്രീമാണിത്. ഇത് വന്നിട്ട് നൈറ്റ് ക്രീമാണേ. ഇത് ഓലേ നാച്ചുറൽ വൈറ്റ് നൈറ്റ് ഓൾ ഇൻ വൺ ഫെയർനെസ് ക്രീമാണിത്. ഈ ഒരു ക്രീമിൻ്റെ ഫേസ് വാഷ് ഞാനൊരു 2012 മുതൽ യൂസ് ചെയ്യുന്നതാണ്. അതെൻ്റെ അപ്പച്ചൻ ഒരു 2012-13 കാലഘട്ടത്തിലൊക്കെ എനിക്ക് ആദ്യമായിട്ട് കൊണ്ടുത്തന്ന ഫേസ് വാഷാണ്. അത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഇന്നെനിക്ക് ദുബായിൽ നിന്നാണ് അപ്പച്ചൻ കൊണ്ടുത്തന്നത്. പിന്നീട് ഞാനത് നമ്മുടെ നാട്ടിലെ ലുലുവിൽ കിട്ടാറായപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. ഒരു 2 കൊല്ലം മുമ്പ് ഞാനിതിനെക്കുറിച്ച് ലുലുവിൽ ചോദിച്ചു കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞത് ഇതിൻ്റെ പാക്കറ്റ് ചേഞ്ച് ചെയ്യാനാണെന്ന് തോന്നുന്നു, അതിപ്പം നമുക്ക് കിട്ടാനായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വീണ്ടും എൻ്റെ അപ്പച്ചനോട് പറഞ്ഞപ്പം അപ്പച്ചൻ അവിടെ നിന്ന് വാങ്ങിച്ച് അയക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയത് ക്രീമും അതുപോലെ തന്നെ ഫേസ് വാഷ് അടങ്ങുന്ന ഒരു കിറ്റായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ലാതെ അങ്ങനെ കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് എപ്പോഴും അപ്പച്ചൻ തന്നെയാണ് വാങ്ങിച്ച് തരാറുള്ളത്. ഇതാണ് നമ്മളുടെ ഡേ ക്രീം. ഇത് ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് കുറച്ച് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മുമ്പും ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷനും ഞാനത് യൂസ് ചെയ്യാറില്ല. ഇപ്പം രാവിലെയുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേ ക്രീം അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് ഐ മേക്കപ്പും ചെയ്താണ് ഞാൻ പുറത്ത് പോകാറുള്ളത്. സെയിം തന്നെ വൈകുന്നേരങ്ങളിലെ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ പുറത്ത് പോകാറാണ് പതിവ്. അപ്പോൾ അതാ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കളർ മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് നമുക്കിപ്പം ഇതിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര റഫായിട്ടാണ് ക്രീം അപ്ലൈ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷേ അത് തോന്നലാണ്. വളരെ ലൈറ്റായിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ആ ഒരു കളർ വ്യത്യാസം മനസ്സിലാകുകയും ചെയ്യും. പക്ഷെ നമ്മളത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം നല്ല ഫിനിഷിംഗ് ആണ് കിട്ടാറുള്ളത്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. നമുക്കിതിൻ്റെ നൈറ്റ് ക്രീമും കൂടെ ഒന്ന് നോക്കാം. ഇതും സെയിം തന്നെയാണ്, ചെറുതായിട്ട് കളറിൽ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഏത് ക്രീം വാങ്ങി നമ്മൾ യൂസ് ചെയ്താലും നമ്മൾ കുറച്ച് നല്ലൊരു 1 മാസമെങ്കിലും നമ്മളത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു എഫക്റ്റീവ് ആണെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക. 2 ക്രീമുകളുടെയും കളറിനകത്തും ചെറിയ വ്യത്യാസമുണ്ട്. ഡേ ക്രീമിന് നല്ലൊരു വൈറ്റ് കളറും നേരെ മറിച്ച് നൈറ്റ് ക്രീമിന് പിങ്ക് അതല്ലെങ്കിൽ ലാവൻഡറിൻ്റെ ചെറിയൊരു ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വൈറ്റ് നല്ല കറക്റ്റായിട്ട് എനിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. നേരിട്ട് കാണുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫേസ് വാഷും കൂടെ ഒന്ന് നോക്കാം. ഈ ഒരു ഫേസ് വാഷും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഇനി ഞാനിത് കയ്യിലൊന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതവിടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫേസ് വാഷ് അല്ലേ. പിന്നെ ഈ ഒരു ഫേസ് വാഷിനകത്ത് നമുക്ക് ഒരു തരിതരി പോലെയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നല്ലൊരു സ്ക്രബൊക്കെ ചെയ്യില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരിക്കുള്ളൂ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി ഞാനിത് കഴുകി കാണിച്ചു തരാം കൈ. അപ്പോൾ ഞാൻ ഇവിടെ കൈ ഒന്ന് കഴുകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോമിങ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് തന്നെയാണ് ഈ ഒരു നമ്മളുടെ ഓലെ നാച്ചുറൽ വൈറ്റിൻ്റെ ക്ലെൻസിനിങ് ഫേസ് വാഷ്. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു പ്രമോഷൻ വീഡിയോയേ അല്ല. ഞാൻ 2012 തുടങ്ങി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു എന്ന് മാത്രം.
ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഏതൊരു ക്രീമും നിങ്ങൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ ഇന്ന ഒരാൾക്ക് ഇന്ന ഇത് യൂസ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്ക് ചേരുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെന്നൊക്കെ പറയുന്നത് വളരെയധികം, അത് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ക്രീം മേടിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പാക്കറ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളതാണെങ്കിൽ മാത്രം വീണ്ടും നിങ്ങളത് തുടർന്ന് യൂസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത സ്കിൻ കെയർ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.